എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. ഞാൻ ജിജോ കടവിൽ. 2024 ആഗസ്റ്റ് മാസം 22-ാം തീയതി മുതൽ 25-ാം തീയതി വരെ പാലാ രൂപതയിൽ വെച്ച് നടക്കുന്ന സീറോ മലബാർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കാക്കനാട് സെൻറ് തോമസ് വാണ്ടിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനം. എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ആദ്യമേ തന്നെ സ്വാഗതമാക്കിയിട്ടുള്ളത് മാധ്യമ കമ്മീഷന്റെ അറിയിപ്പ് സ്വീകരിച്ചു ഇന്ന് ഈ മാധ്യമ സമ്മേളനത്തിന് വേണ്ടി എത്തിച്ചേർന്ന സുഹൃത്തുക്കളായ ബഹുമാനരായ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ ഓരോരുത്തരുമുണ്ട്. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ ചാനലുകളിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ സംബോധന ചെയ്ത് സംസാരിക്കുന്നത് സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷന്റെ ചെയർമാനും തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായ അഭിവന്യ ജോസഫ് പാമ്പളാനി പിതാവും, അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി കമ്മിറ്റിയുടെ കൺവീനറും ഇരിങ്ങാലക്കുട ലോകാധ്യക്ഷനുമായ അഭിവന്യ മാർ പോളി കണ്ണൂക്കാട് പിതാവും, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി കമ്മിറ്റിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോജി കല്ലിങ്ങരച്ചൻ, സീറോ മലബാർ സഭയുടെ വക്താക്കളായ ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് അജി ജോസഫ് എന്നിവർ, ഞാൻ ഫാദർ ആന്റണി വടക്കേര സഭയുടെ പിതാവും മീഡിയ സെക്രട്ടറി, പൊതുചേർന്നിരിക്കുന്ന മറ്റെല്ലാ സഹോദരി സഹോദരന്മാർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ മാധ്യമ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ മാധ്യമ സമ്മേളനത്തിന്റെ വിഷയ അവതരണത്തിന് വേണ്ടി അഭിമന്യ ജോസഫ് പാമ്പളാനി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സീറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ചേരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് ഈ പത്രസമ്മേളനത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം. പാലാ രൂപതയാണ് ഈ വർഷം ഈ അസംബ്ലി ഏറ്റെടുത്ത് നടത്തുന്നത്. 2024 ആഗസ്റ്റ് 22 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച് 25 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിക്കുന്ന വിധത്തിലാണ് ഈ അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത്. സഭാ നിയമം അനുസരിച്ച് 80 വയസ്സിൽ താഴെ പ്രായമുള്ള സഭയിലെ എല്ലാ മെത്രാന്മാരും അതുപോലെ അൽമായ പ്രതിനിധികളും അടങ്ങിയ 348 അംഗങ്ങളാണ് ഇത്തവണത്തെ അസംബ്ലിയിൽ സംബന്ധിക്കുന്നത്. ഈ അസംബ്ലിയുടെ പ്രമേയം കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ എന്നതാണ്. ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള സഭാജീവിതത്തിന്റെ വിവിധ വശങ്ങളെ ആധാരമാക്കിയുള്ള ചർച്ചകളും പഠനങ്ങളും അഭിപ്രായ രൂപീകരണങ്ങളുമാണ് സഭയിൽ നടക്കുന്നത്. അസംബ്ലിയുടെ വിജയകരമായ നടത്തിപ്പിന് വേണ്ട ക്രമീകരണങ്ങൾ അസംബ്ലി കമ്മിറ്റി കൺവീനർ ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷനായ മാർ പോളി കണ്ണൂക്കാടൻ പിതാവിന്റെയും പാലാ രൂപതാധ്യക്ഷനായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെയും നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് ജോജി കല്ലിങ്കലച്ചനാണ്. ഈ അസംബ്ലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ വിശദാംശങ്ങള് കൺവീനർ കൂടിയായ അഭിവന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് അറിയിക്കുന്നു. കാലോചിതമായ നവീകരണത്തിനായി സീറോ മലബാർ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി
മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായുള്ള സിറോ മലബാർ സഭ മുഴുവന്റെയും ആലോചന യോഗമാണ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി അഥവാ സഭായോഗം. സഭയിലെ മെത്രാന്മാരുടെയും പുരോഹിത, സമർപ്പിത, അൽമായ പ്രതിനിധികളുടെയും സംയുക്തമായിട്ടുള്ള യോഗമാണ് ഇത്. മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭ ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന യാഥാർത്ഥ്യമാണ് സഭായോഗത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുക. സഭയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാൻ സിനഡിനെയും സഹായിക്കുക വേണ്ടിയുള്ള ആലോചന യോഗമാണിത്. കാലോചിതമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സഭയുടെയും സമൂഹത്തിന്റെയും പൊതു നന്മ കണക്കിലെടുത്ത് കർമ്മപരിപാടികൾ രൂപീകരിക്കുന്നതിന് മെത്രാൻ സിനഡിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് അസംബ്ലിയുടെ ദൗത്യം. മർത്തോമാ സ്ഥാപിച്ച സിറോ മലബാർ സഭ ആത്മീയവും ഭൗതികവുമായ വളർച്ച കൊണ്ട് ആഗോള കത്തോലിക്കാ സഭയിൽ തനതായ ഒരു വ്യക്തിത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1923 സിറോ മലബാർ സഭ ഹൈറാർക്കിക്കൽ ഘടനയുള്ള ഒരു സഭയായി 1992 മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടു. സ്വയം ഭരണാവകാശമുള്ള ഒരു വ്യക്തിസഭ എന്ന നിലയിൽ അതിന്റെ ഭരണ സംവിധാനങ്ങളിൽ പള്ളി യോഗങ്ങൾക്കുള്ള സ്ഥാനം നിലനിർത്തിപ്പോരുന്നത് സഭയുടെ പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയാണ്. സഭയുടെ ഭരണ സംവിധാനങ്ങളിലും ഭൗതിക വളർച്ചയിലും വിശ്വാസിയുടെ കൂട്ടായ്മ വഹിച്ച പങ്ക് അവർണ്ണനീയമാണ് എന്നത് ഈ സഭയുടെ ആദ്യകാല ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയാണ്. ഈ നാടിന്റെ സംസ്കാരത്തോട് ചേർന്നുള്ള ഒരു ഭരണ സംവിധാനമാണ് ആദ്യകാലം മുതൽ ഈ സഭയിൽ നിലനിന്നു പോന്നിട്ടുള്ളത്. ദേശത്ത് പട്ടക്കാരായ വൈദികരുടെ നേതൃത്വത്തിൽ എല്ലാ കുടുംബങ്ങളെയും കൂട്ടിച്ചേർത്ത് രൂപീകരിക്കുന്ന പള്ളിയോഗങ്ങളാണ് ഓരോ ഇടവകയുടെയും ഭൗതികമായ ഭരണ സംവിധാനങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ഇടവ ജനങ്ങളുടെ കൂടിയാലോചനകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും പള്ളിയോഗങ്ങൾ എന്നും സഹായകരമായിട്ടുണ്ട്. സഭ ദൈവജനമാകുന്നു എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധനവും സഭ ഒരു കൂട്ടായ്മയാകുന്നു എന്ന കൗൺസിലാനന്തര പഠനവും സമഞ്ജസമായി സമ്മേളിക്കുന്ന മനോഹരമായ വേദിയാണ് സിറോ മലബാർ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി. ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക സഭയെ സിനഡാലിറ്റിയുടെ അരൂപിയിൽ നയിക്കാൻ പരിശ്രമിക്കുന്നത് ഈ അവസരത്തിൽ സ്മരണീയമാണ്. പൗരസ്ത്യ സഭകൾക്കായുള്ള കാനൻ നിയമത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മേജർ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിലുള്ള സഭയുടെ സമഗ്രമായ കൂടിയാലോചന സംവിധാനമാണ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി. പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും സഭാപരമായ അച്ചടക്കത്തിന്റെയും രൂപങ്ങളും രീതികളും സമന്വയിപ്പിക്കുന്നതിന് അവയെ കാലാനുസൃത സാഹചര്യങ്ങളുമായും സഭയുടെ പൊതു നന്മയ്ക്കായി അനുയോജ്യമാക്കുന്നതിനും ഇത് മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡിനെയും സഹായിക്കുന്നു. മെത്രാൻ സിനഡിനോട് ചേർന്ന് ഓരോ രൂപതയിലെയും സന്യാസ സമൂഹങ്ങളിലെയും വിവിധ ഭക്ത സംഘടനകളിലെയും പ്രസ്ഥാനങ്ങളിലെയും പ്രതിനിധികളാണ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നത്. ഈ അസംബ്ലി പഠനവിധേയമാക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2023 ജൂലൈ പുറത്തിറക്കിയ പഠനരേഖ ലീനിയമെന്ത എല്ലാ രൂപതകളിലും സമർപ്പിത സമൂഹങ്ങളിലും വിവിധ തലങ്ങളിൽ പഠനം നടത്തി. ദക്ഷിണേന്ത്യൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലും ഉത്തരേന്ത്യൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉജ്ജയിൻ പാസ്റ്റർ സെന്ററിലും ഒരുമിച്ച് കൂടുകയും ഇന്ത്യക്ക് പുറത്തുള്ള രൂപതകളുടെയും അപ്പസ്തോലിക വിസിറ്റേഷന്റെയും മറ്റു പ്രവാസി സമൂഹങ്ങളുടെയും പ്രതിനിധികൾ
ഓൺലൈനായും സമ്മേളിക്കുകയും യുവാക്കളുടെയും വിശ്വാസ പരിശീലകരുടെയും പ്രതിനിധികളും ഒരുമിച്ചുകൂടി ഈ പഠനരേഖ വിശദമായി ചർച്ച ചെയ്തു. രൂപത അസംബ്ലികളിലും അസംബ്ലി നടത്തുവാൻ സാധിക്കാത്ത രൂപതകളിലെ കാനൂനിക സമിതികളിലും സമർപ്പിത സമൂഹങ്ങളിലും ഈ രേഖ പഠന വിധേയമാക്കിയതിന്റെ ഫലമായി ലഭിച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് പ്രവർത്തന രേഖ രൂപീകരിച്ചു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അസംബ്ലിയിൽ പ്രബന്ധ അവതരണങ്ങളും പഠനങ്ങളും ചർച്ചകളും നടക്കുക. അസംബ്ലിയിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ആശയങ്ങൾ സിറോ മലബാർ സഭയുടെ പഠനത്തിനും പ്രായോഗികതയ്ക്കും ഉതകും വിധം ഒരു പ്രബോധന രേഖയായി മേജർ ആർച്ച് ബിഷപ്പ് പിന്നീട് പുറത്തിറക്കും. 5 വർഷത്തിൽ ഒരിക്കൽ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി വിളിച്ചു ചേർക്കണമെന്നതാണ് സഭാ നിയമം. സിറോ മലബാർ സഭ 1992 മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ആദ്യത്തെ അസംബ്ലി നടന്നത് 1998 പിന്നീട് 2004, 2010, 2016 എന്നീ വർഷങ്ങളിലും സഭായോഗം കൂടുകയുണ്ടായി. 2016 ശേഷം 8 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് 2024 5ാമത്തെ അസംബ്ലി ഇപ്പോൾ നടക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വമാണ് 2021 നടക്കേണ്ടിയിരുന്ന അസംബ്ലി ഇത്രയും വൈകുവാനായിട്ട് കാരണമായത്. പാലാ രൂപതയാണ് ഇത്തവണത്തെ അസംബ്ലിയുടെ ആതിഥേയം. പാലായിലെ അൽഫോൻസിയൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്റ് തോമസ് കോളേജ് ക്യാമ്പസുമാണ് വേദി. 2024 ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച് 25 ഞായറാഴ്ച ഉച്ചയോടെ സമാപിക്കുന്ന രീതിയിലാണ് അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത്. മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലി ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത് എന്നത് സഭാ നിയമം നിശ്ചയിച്ചിട്ടുണ്ട്. 80 വയസ്സിൽ താഴെ പ്രായമുള്ള 50 പിതാക്കന്മാർ, 108 വൈദികരും, 146 അൽമായരും, 37 സമർപ്പിത സഹോദരിമാരും, 7 ബ്രദേഴ്സും പ്രാതിനിധ്യ സ്വഭാവത്തോടെ ഉൾപ്പെടുന്ന 348 അംഗങ്ങളാണ് ഇത്തവണ ഈ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത്. ഈ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ പഠന വിഷയം കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ എന്നതാണ്. ഇതിൽ 3 പ്രധാന പ്രമേയങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തേത് സീറോ മലബാർ സഭയിലെ വിശ്വാസ പരിശീലന രൂപീകരണം. രണ്ടാമത്തേത് സുവിശേഷ പ്രഘോഷണത്തിൽ അൽമായന്റെ സജീവ പങ്കാളിത്തം. മൂന്നാമത്തേത് സീറോ മലബാർ സമുദായ ശാക്തീകരണം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അസംബ്ലിയുടെ ഉദ്ഘാടനം ഇന്ത്യയുടെ അപ്പസ്തോലിക് കൗൺസിൽ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറെല്ലി നിർവഹിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവയും, കേരള ലത്തീൻ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് വർഗീസ് ചക്കാലയ്ക്കൽ പിതാവ്, മലങ്കര മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോരിയോസ്, CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തു പിതാവ്, കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യനും, കേരള സംസ്ഥാന മന്ത്രി ശ്രീ ജോഷി അഗസ്റ്റിനും അസംബ്ലിയുടെ വിവിധ ഘട്ടങ്ങളിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ കർദിനാൾ ബെസേലിയൂസ് ക്ലീമീസ് കാതോലിക്ക ബാവ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ കാലാനുസൃതമായി നവീകരിക്കപ്പെടുന്നത് സഭയുടെ വളർച്ചയുടെ അടയാളമാണ്. പരിശുദ്ധാത്മാവ് എങ്ങോട്ടാണ് സഭയെ നയിക്കുന്നതെന്ന് വിവേചിച്ചറിയാൻ സഭ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട്. ഈ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ സഭയുടെ കാലോചിതമായ നവീകരണത്തിന് സഹായിക്കുമെന്ന് പ്രത്യാശിക്കുന്നു.
നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയും ചെയ്യും. അവതരിപ്പിക്കപ്പെട്ട അഞ്ചാമത് യുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. എല്ലാ തലങ്ങളിലുമുള്ള വിശ്വാസ രൂപീകരണം ഇതിന്റെ ചർച്ചാ വിഷയമാണ്. പ്രധാനമായും അന്മാരുടേത് വൈദിക പരിശീലനത്തില്, വൈദികരുടേത് സന്യസ്ത ജീവിതത്തില്, സഭയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കുർബാന സംബന്ധിച്ചുള്ള ചർച്ചകളുടെ പ്രധാന വിഷയമല്ല, പക്ഷെ അത് വിശ്വാസികളുടെ ഉന്നയിക്കുകയും ആ വിഷയങ്ങൾ ചർച്ചയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. സഭാ നവീകരണം ഒരു പ്രധാന ഫോക്കസ് ആയതുകൊണ്ട് അതിനകത്ത് പങ്കെടുക്കുന്നവർക്ക് ഈ വിഷയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതോടൊപ്പം സഭയെ ബാധിക്കുന്ന പൊതു പ്രശ്നങ്ങളിലും അഭിപ്രായം പറയും. സഭാ ശാക്തീകരണത്തിലൂടെ അർത്ഥമാക്കുന്നത് സഹവിശ്വാസത്തില്, ധാർമ്മികതയില്, അതുപോലെ സാമൂഹിക പ്രതിബദ്ധതയില്, സുവിശേഷത്തോടുള്ള സാക്ഷ്യത്തില് കൂടുതൽ ആഴപ്പെടുന്നു. അതാണ് സഭയുടെ ശാക്തീകരണത്തിലാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും സമുദായ ശാക്തീകരണത്തിലൂടെ ഇപ്പോൾ സമുദായങ്ങളുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റം, യുവജനങ്ങളുടെ ഈ നാട്ടിലില്ലാത്ത സാഹചര്യങ്ങള്, അതെല്ലാം തീർച്ചയായും ഈ അസംബ്ലിയുടെ ചർച്ചാ വിഷയങ്ങളിൽ പെടുന്നതായിരുന്നു. സഭയുടെ ശക്തീകരണം എന്ന് പറയുന്ന സഭയിലുള്ള ശക്തീകരണമാണ്. വിദേശത്തുള്ള സഭാംഗങ്ങളുടെ ആത്മീയവും ഭൗതികവും സാമൂഹികമായ നമ്മൾ അവരുടെ ആവശ്യം സഭയിൽ ചർച്ചകളായിരിക്കും ഈ സമയത്ത്. ഒരു മേധാവി അസംബ്ലി എന്ന് പറയുന്നത് ഈ സഭയുടെ പരിശീലനം മൊത്തം ഇതിനകത്ത് പങ്കെടുക്കുമ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ള ആശങ്കകളും സമകാലിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ വിശ്വാസത്തില് കുറച്ചുകൂടെ താഴെപ്പെടുന്നത് നിലവിലുള്ള തടസ്സങ്ങളും അല്ലെങ്കിൽ കാലഘട്ടമായ പല സംഭവങ്ങളുള്ളപ്പോഴത്തേക്ക് അതിനെല്ലാം വിലയിരുത്തിക്കൊണ്ട് എങ്ങനെയെല്ലാം പ്രായോഗികമായി വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് സഭയുടെ പ്രബോധനം മുഴുവൻ പിടിച്ചുകൊണ്ട് സമൂഹത്തിന് എങ്ങനെ കൂടുതൽ ഉപകാരപ്രദമാണ് എന്നുള്ളതായ വിശ്വാസികളുടെയും സമൂഹാംഗങ്ങളുടെയും മൊത്തം ചർച്ചയാകുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ സഭയ്ക്ക് സംതൃപ്തിയാണുള്ളത്. കാരണം സമയോചിതമായ ഇടപെടലുകൾ വഴി അനേകം ജീവിതങ്ങൾ വീണ്ടെടുക്കാൻ, രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ അവിടെ സന്ദർശിച്ച് ആളുകളെ നേരിൽ കണ്ട് വിലയിരുത്തിയിട്ടുള്ളവരായതുകൊണ്ട് അതേക്കുറിച്ച് കൃത്യമായിട്ട് അറിയും. സഭ ആഗ്രഹിക്കുന്നത് ആളുകളുടെ സുരക്ഷിതമായ പുനരധിവാസം. കാരണം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരൊക്കെ പങ്കുവച്ച വിഷമം എന്ന് പറയുന്നത് ഇപ്പോൾ ഭക്ഷണവും താമസസൗകര്യവും ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്.
അതുകൊണ്ട് അവരെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഭ പ്രതീക്ഷിക്കുന്നത്. ഈ കാര്യത്തിൽ സർക്കാരുമായി സഹകരിക്കാൻ സഭയ്ക്കുള്ള സന്നദ്ധത KCBC പ്രസിഡന്റ് അറിയുകയുണ്ടായി. 100 ഭവനങ്ങൾ സഭയുടെ പേരില് വെച്ച് നൽകും എന്നാണ് KCBCയുടെ സമ്മേളനാനന്തരം എടുത്ത തീരുമാനം. അത് സർക്കാരിന്റെ മന്ത്രിമാരുമായിട്ട് ഇന്നലെ തന്നെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രായോഗികമായ വഴികൾ തേടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 12, 13 തീയതികളിൽ വയനാട്ടിൽ വെച്ച് ആ പ്രദേശത്തെ മെത്രാന്മാരും KCBC പ്രസിഡന്റ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒരു മീറ്റിംഗ് കൂടെ കൂടുന്നുണ്ട്. പ്രദേശവാസികളുടെ ആഗ്രഹങ്ങളോട് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കർമ്മപദ്ധതി സഭ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് സർക്കാരുമായി സഹകരിച്ച് ചെയ്യാനാണ് സഭ ആഗ്രഹിക്കുന്നത്. ഒരിക്കലുമല്ല. വാസ്തവത്തിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടോ മാധവ് ഗാഡ്ഗിൽ വിഷയത്തില് എടുത്ത സമീപനം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ വല്ലാതെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുക. കാരണം ആഗോളതാപനം വഴി ഇവിടെ അതിവർഷത്തിന്റെ സാധ്യത ഉണ്ടായിരിക്കും. പശ്ചിമഘട്ടത്തില് അത് ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, ബഹുഭൂരിപക്ഷവും നിബിഡ വനങ്ങളിൽ തന്നെയാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കർഷകർ ഏതാനും കൃഷികൾ നടത്തിയത് കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് തെറ്റായ നിരീക്ഷണമാണ്. തന്നെയുമല്ല, ഈ കർഷകർ 10-70 വർഷമായിട്ട് അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതേസമയം ഇവിടെ മൈനിങ് മാഫിയകളും അതുപോലെ തന്നെ ഇവിടെ മറ്റ് റിസോർട്ട് മാഫിയകളും അവരുടെ പ്രവർത്തനങ്ങളൊന്നും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത്. അതേസമയം കർഷകൻ എല്ലാ പ്രതിസന്ധിയുടെയും ഇരയാണ് എന്ന് അല്ലെങ്കിൽ ഉത്തരവാദിയായി ചിത്രീകരിക്കപ്പെടുന്നത് നീതിപൂർവമായ ഒരു സമീപനമായി ഞങ്ങൾ കരുതുന്നു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നത് അതിലൂടെ ഈ അഫക്റ്റഡായ ആളുകൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ സഭയുടെയും ആഗ്രഹം. വിലങ്ങാടും വയനാട്ടിലും സംഭവിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. എന്തെങ്കിലും തരത്തിൽ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോ ഇല്ലയോ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നില്ല. മറിച്ച് ഏതുതരം പ്രഖ്യാപനമാണോ ഈ ദുരന്തബാധിതരെ സഹായിക്കുന്നത് അതിന് സഹായകമായ പ്രഖ്യാപനം ഉണ്ടാകണം എന്ന് സഭ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിഷയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയാണ്. എങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള സമൂഹത്തിന്റെ പൊതു ആശങ്ക സഭയുടെയും ആശങ്ക തന്നെയാണ്. തീർച്ചയായും പുതിയ ഡാം പണിത് കേരളത്തിന് സുരക്ഷിതത്വവും തമിഴ്നാടിന് ജലവും എന്നുള്ള പൊതുധാരയോട് ചേർന്ന് നിൽക്കാനാണ് സഭയും ആഗ്രഹിക്കുന്നത്. അത് അവർ തന്നെ സീരിയസ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കേരളത്തിന്റെ സാഹചര്യങ്ങളും ഇവിടുത്തെ സാമൂഹിക പരിതോവസ്ഥകളും പരിഗണിക്കാതെയുള്ള കുറെ നിർദ്ദേശങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 1957 മുതലുള്ള തർക്ക വിഷയങ്ങളാണ് വീണ്ടും വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നത്. അത് പ്രായോഗികമായി പ്രസക്തമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അവസാനിപ്പിക്കാം. ചോദ്യങ്ങളെടുത്ത് പ്രതീക്ഷിക്കുന്നു. ഈ മാധ്യമ സമ്മേളനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നമ്മുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കമ്മിറ്റിയുടെ അസംബ്ലി കമ്മിറ്റിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോജി കല്ലിങ്ങനത്തിൽ സംസാരിക്കും. പ്രിയമുള്ളവരെ, ചെറുമൃഗ സമയം സംബന്ധിച്ച് 5 വർഷത്തിലൊരിക്കൽ കൂടുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി വളരെ പ്രാധാന്യമുള്ളതാണെന്ന്
ഇതിനകം ഇവിടെ വിശദമായി വിവരിച്ചു കഴിഞ്ഞു. ആയതിന്റെ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇവിടെ വന്നു ചേർന്ന പത്രപ്രവർത്തകരായ എല്ലാവർക്കും കൃത്യമായി ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഏകദേശം ഒരു വർഷത്തിന് മേലെയായി ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തുന്നു. അതിൻ്റെതായ രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മാധ്യമ പ്രവർത്തകരുടെ രീതിയിൽ നിങ്ങളുടെ അകമ്പടിഞ്ഞ സഹകരണം ഉണ്ടെങ്കിൽ ഇത് പൊതുജനത്തിലേക്ക് എത്തുകയും ഇത് ഏറെ ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സഹകരണം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ നന്ദി പറയുന്നതോടൊപ്പം ഞാൻ സ്നേഹം അഭ്യർത്ഥിക്കുകയാണ്. ഈ അസംബ്ലിയെ കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ റൈറ്റപ്പുകളിലൂടെ പൊതുജനത്തെ അറിയിക്കാൻ നിങ്ങളുടെ ത്യാഗോചരമായ സംഘടന സ്നേഹം അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും വളരെ പ്രത്യേകമായി ഇത് സഹകരിച്ച പിതാക്കന്മാർ, ഇത് ക്രമീകരിച്ച സഭയുടെ പിയാനോ ബഹുമാനപ്പെട്ട ആന്റണി പടത്തിവരച്ച്, ഇതിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അജി ജോസഫ്, പ്രൊഫസർ ഡോക്ടർ കുച്ചിറാണി എന്നിവർക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പത്രസമ്മേളനം ഇവിടെ സമാപിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവർക്കും